ഹലോ, എല്ലാവർക്കും കിഷൻസ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്ക് ഓവനൊന്നും ഇല്ലാതൊരു പിസ്സ ഉണ്ടാക്കി നോക്കിയാലോ, നമ്മുടെ വീട്ടിലെ പാനൊക്കെ ഉപയോഗിച്ചിട്ട്. അതിനായി നമ്മൾ ആദ്യം പിസ്സയുടെ ബേസ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3 തവി മൈദയാണ് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടിയും കലക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റും പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കതൊരു ചപ്പാത്തി മാവ് പരുവത്തിൽ കുഴച്ചെടുക്കാം. അതൊന്ന് പൊങ്ങി വരാനായിട്ട് നമുക്കൊരു 3-4 മണിക്കൂർ നമുക്കത് മാറ്റി വയ്ക്കണം. അതിന് ശേഷം നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ള ബീഫ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി പാനിലേക്ക് നമുക്കൊരു ബട്ടർ കുറച്ചിട്ടിട്ട് ഒരു സബോള നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിരുന്നു കുക്കറിൽ ബീഫ്, കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയൊക്കെ ഇട്ടിട്ട് അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതും നന്നായി ചെയ്തതിന് ശേഷം അതിലേക്ക് 2 മുട്ട, ഞാൻ 2 മുട്ട ആഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുക. അതിലും കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് നമ്മളതെല്ലാം ഇളക്കിയതിന് ശേഷം കുറച്ച് സോയാ സോസും കുറച്ച് ടൊമാറ്റോ ചില്ലി സോസും കൂടിയിട്ട്, ടൊമാറ്റോ ചില്ലി സോസ് തന്നെ വേണമെന്നില്ല, ടൊമാറ്റോ മാത്രമുള്ള സോസ് ആയാലും മതി, ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മാവ് റെഡിയാകുമെന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് പൊടിയൊന്ന് നമ്മുടെ ടേബിളിൽ ഇട്ടിട്ട് അത് ഒട്ടി പിടിക്കാതിരിക്കാനാണ് നമ്മുടെ മാവ് ഇവിടെ പൊന്തി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് പരത്തിയെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കട്ടിയിലെടുത്തോളൂ കേട്ടോ. നമ്മൾ പിസ്സ കഴിച്ചിട്ടുള്ളതല്ലേ, അപ്പോൾ ആ ഒരു കട്ടിയിൽ നമുക്കെടുക്കാം. പരത്തി നമുക്ക് കുറച്ച് ഹോളിടുക, വല്ലാതെ ഹോളിടണ്ട. ഞാൻ ഇട്ടപ്പോൾ ഒരു രസം തോന്നിയപ്പോൾ കുറച്ച് ഹോൾ കൂടുതലായി പോയതായിട്ടത്, അപ്പം അത്രയ്ക്കൊന്നും വേണ്ട, കുറച്ച് മതി. അതിന് ശേഷം നമുക്ക് പാനിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് നമുക്ക് ആ ബേസ് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. ഇതൊക്കെ ചെയ്യേണ്ടത് വളരെയധികം തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പിസ്സ ബേസും അല്ലാതെ കരിഞ്ഞു പോകും. അപ്പം നമുക്കത് ചൂടാക്കിയെടുക്കാം. നമുക്കതൊന്നുകൂടെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് തീ ഓഫ് ചെയ്യണം കേട്ടോ, ആ ചൂടുണ്ടാവും. അതിന് ശേഷം ആ തിരിച്ചിട്ട ഭാഗത്ത് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് നമുക്ക് കോട്ട് ചെയ്ത് കൊടുക്കാം. കോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും ക്യാപ്സിക്കവും തക്കാളിയും ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫ് അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് മുകളിലേക്ക് നമുക്ക് ചീസ് ആഡ് ചെയ്യാം. ചീസ് എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ഉള്ളതാണ് ആഡ് ചെയ്തത്. ചീസ് കൂടുതൽ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് നന്നായിട്ട് മുന്നിൽ നിൽക്കും. അതുകൊണ്ട് ഞാൻ ചീസ് ആഡ് ചെയ്ത് കുറച്ചുണ്ടായിരുന്നുള്ളൂ, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സ്, നമ്മൾ ഉണക്കമുളക് പൊടിച്ചത്, അതുപോലെ ഒറിയാനോ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ആഡ് ചെയ്ത് നമുക്ക് തീ ഓൺ ചെയ്തിട്ട് വളരെയധികം തീ കുറച്ച്, അതാണ് പ്രധാന ഒരു കാര്യം, തീ കുറച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അത് ചീസ് മെൽറ്റായി വരണ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക. നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നമുക്കതിന് മുറിച്ച് കഴിച്ചാലോ? എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക്